ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുക ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു നിയമജ്ഞനായ മനുഷ്യൻ ഈശോയെ പരീക്ഷിക്കാനായി ഇപ്രകാരം ചോദിച്ചു: നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു: നീ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു? അവൻ പറഞ്ഞു: പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും നിന്റെ ദൈവമേ കർത്താവിനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ. ഈശോ പറഞ്ഞു: നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, നീയും അതുപോലെ ചെയ്യുക. അവൻ തന്നെ സാധൂകരിക്കാനായി വീണ്ടും ഈശോയോട് ചോദിക്കുകയാണ്: ആരാണ് എൻ്റെ അയൽക്കാരൻ? ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അവൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് അവൻ്റെ ജാതിയിലും വംശത്തിലും പെട്ടവരാണ് അവൻ്റെ ആൾക്കാരൻ. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും യഹൂദൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് അവൻ്റെ വംശത്തിലും അവൻ്റെ ജാതിയിലും പെട്ടവനാണ്. ഈശോ അവനോട് ഒരു ഉപമ പറയുന്നുണ്ട്. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ ഈശോ ഒരു ഉപമ പറഞ്ഞിട്ട് അയൽക്കാരൻ ആരാന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. ശമറിയക്കാരൻ്റെ ഉപമയാണ് അവിടെ പറയുക. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ശമറിയക്കാരൻ യാത്രാമധ്യേ കള്ളന്മാരിൽ നിന്ന് പ്രഹരമേറ്റ് അർത്ഥപ്രാണനായി വീണുകിടക്കുകയാണ്. ഒരു പുരോഹിതൻ ആ വഴി വന്നു. അവൻ മറുവശത്തൂടെ സഞ്ചരിച്ചു. ഒരു ലേവായൻ വന്നു. അവനും ശ്രദ്ധിക്കാതെ കടന്നുപോയി. എന്നാൽ യഹൂദൻ്റെ ജന്മശത്രുവായ ശമറിയക്കാരൻ അതിലെ കടന്നു വരികയാണ്. ശമറിയക്കാരൻ അവിടെ കടന്നു അവനെ കണ്ട് അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞ് അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞുമൊഴിച്ച് കഴുകി വെച്ച് കെട്ടി അവനെ സത്രത്തിൽ കൊണ്ടുപോയി ആക്കുകയാണ്. 2 ദിനാറേയും സത്ര സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്: കൂടുതലായി ഇവന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇതിൽ ആരാണ് അയൽക്കാരനെ വർത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശമറിയക്കാരൻ എന്ന് അവൻ മറുപടി പറഞ്ഞു. ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ശമറിയക്കാരൻ എന്ന് ഈശോയുടെ എടുത്തു പറയുകയാണ്. ആരാണ് ഇവിടെ യഥാർത്ഥ ശമറിയക്കാരൻ? ഈശോ തന്നെയാണ് യഥാർത്ഥ ശമറിയക്കാരൻ. കാരണം ഇവിടെ ഒരു ശമറിയക്കാരൻ കള്ളന്മാരുടെ പ്രഹരമേറ്റ് അർത്ഥപ്രാണനായി കിടക്കുകയാണ്. ഈശോ ശമറിയക്കാരനായി എത്തുമ്പോൾ തിന്മയുടെ ശക്തികളാൽ മുറിവുകളേറ്റ് അർത്ഥപ്രാണരായി കഴിയുന്ന മനുഷ്യകുലത്തിൻ്റെ വേദന കണ്ട് മനസ്സലിഞ്ഞ് മനുഷ്യ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്നതാണ് ഈശോ. തിന്മയുടെ ശക്തിയുടെ മുറിവുകളാൽ വേദനിക്കുന്ന മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ കടന്നു വന്നു. അവൻ്റെ ജീവിതകാലം മുഴുവൻ മനുഷ്യവർഗത്തിന് മുഴുവനും അവൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സൗഖ്യപ്പെടുത്തുകയാണ്. മനുഷ്യകുലത്തിൻ്റെ മുറിവുകൾ വെച്ചു കെട്ടുകയാണ്. ഈ ശമറിയക്കാരൻ വീണ് കടന്ന വ്യക്തിയെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി സത്രത്തിൽ കൊണ്ടു ചെന്നാക്കി.
താൻ സഞ്ചരിച്ച മൃഗത്തിനൊപ്പം ഈ മുറിവേറ്റ വ്യക്തിയെ കയറ്റിയിരുത്തുകയാണ്. അത് സൂചിപ്പിക്കുക, മുറിവേറ്റ എനിക്കും നിനക്കും ദൈവപുത്രസ്ഥാനം നൽകുന്നതിൻ്റെ ഒരു സൂചനയാണ്. സത്രത്തിൽ കൊണ്ടുവച്ച് നാക്കി സുരക്ഷിതമായ ഒരു സ്ഥലം, അതെ, ഏവരെയും അവിടുന്ന് സഭയിൽ കൊണ്ടെത്തിക്കുകയാണ്. സത്രം എന്ന് പറയുന്നത് തിരുസഭയാണ്. അവന് ആത്മീയമായി പോഷണത്തിന് വേണ്ടുന്നതെല്ലാം, ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടുന്നതെല്ലാം സഭയിൽ നിന്ന് ലഭിക്കുകയാണ്. 2 ദിനാറ നൽകി എന്ന് നമ്മൾ കാണുന്നുണ്ട്. 2 ദിനാറ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് മാമോദീസായും മറ്റൊന്ന് വിശുദ്ധ കുർബാനയുമാണ്. അങ്ങനെ സഭയിൽ ഏൽപ്പിച്ച് നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകുവാൻ വേണ്ടി അവിടുന്ന് ഏൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് പോയി. വീണ്ടും വരുവാൻ വേണ്ടി അവൻ പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ അവന് വേണ്ടുന്നതെല്ലാം തന്നോളാം എന്ന് പറഞ്ഞ് യേശു പോവുകയാണ്. സ്നേഹമുള്ളവരെ, യഥാർത്ഥ സമരയക്കാരനായ മിശിഹ മനുഷ്യകുലത്തിനോടുള്ള കരുണയാലും സ്നേഹത്താലും അവിടുന്ന് ഭൂമിയിൽ മനുഷ്യതാരം ചെയ്ത് അവൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മനുഷ്യകുലത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും മുറിവുകളെ വെച്ചുകെട്ടി സൗഖ്യപ്പെടുത്തി അവിടുന്ന് തിരുസഭയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചത് ആത്മീയമായ ദൈവമകനെന്ന പുത്രസ്ഥാനം നൽകുവാനും അതുപോലെ തന്നെ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയമായി വളർച്ച പ്രാപിക്കാനും ആത്മീയമായ ഉന്നമനത്തിനും വേണ്ടി അവിടുന്ന് നമുക്ക് നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. ഈ വാക്കുകൾ, ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. അവൻ പോയിരിക്കുന്നത് വീണ്ടും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തിരിച്ചു വരുമ്പോൾ നൽകാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈശോ കാണിച്ചു തന്ന മാതൃക, ഈശോയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ത്രിയേക ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.